തിരുവനന്തപുരം ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ കസേര തർക്കം തുടരുകയാണല്ലോ. കോടതി ഉത്തരവിനെ തുടർന്ന് 2 ആഴ്ച കൂടി DHS സ്ഥാനത്ത് തുടരേണ്ട ഡോക്ടർ KJ റീന ഇന്ന് വീണ്ടും ഓഫീസിലെത്തുമെന്നാണ് സൂചന. എന്നാൽ റീനയെ ചുമതലകൾ നിർവഹിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് സർക്കാർ. ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഡോക്ടർ റീനയുടെ പേര് നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വാർത്ത നമുക്ക് പരിശോധിക്കാം. ആരോഗ്യവകുപ്പിൽ ഭരണം തുടങ്ങി ഡോക്ടർ V മീനാക്ഷി വകുപ്പിൽ ലോങ് ലീവിന് നിയന്ത്രണം ഏർപ്പെടുത്തി ആദ്യ സർക്കുലർ ഇറക്കി. പനിക്കാല അടിയന്തര സാഹചര്യത്തിലാണ് നിർദ്ദേശം. എല്ലാ മെഡിക്കൽ ഓഫീസർമാരും ആശുപത്രികൾ സന്ദർശിക്കണം. ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കണം. ഡോക്ടർമാർ കൃത്യസമയത്ത് OPയിൽ എത്തണം എന്നിങ്ങനെ നിർദ്ദേശങ്ങളുമായി അഡീഷണൽ ഡയറക്ടർക്കും മെഡിക്കൽ ഓഫീസർക്കുമാണ് സർക്കുലർ നൽകിയിരിക്കുന്നത്. പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. MG പ്രതീഷ്, ട്രിബ്യൂണൽ ഉത്തരവോടുകൂടി KJ റീന ഇന്നലെ എത്തിയപ്പോൾ ആ കസേരയിൽ നിന്ന് V മീനാക്ഷി ആകെ എണീറ്റത് KJ റീന ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ്. യോഗം മുടങ്ങുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പക്ഷെ ആ കസേരയിൽ ഉറച്ചിരിക്കാനാണ് തീരുമാനമെന്ന് വ്യക്തമാക്കി ഭരണപരമായ കാര്യങ്ങളിലേക്ക് കൂടി V മീനാക്ഷി കടക്കുകയും ചെയ്തിരിക്കുന്നു. മധു, തീർച്ചയായും ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ കസേരകളി തുടരുമ്പോഴും ഭരണം തുടങ്ങി ഡോക്ടർ V മീനാക്ഷി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയായിരുന്നു വലിയ കസേര തർക്കം ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഉണ്ടായത്. പക്ഷേ ഇന്നലെ തന്നെ ആദ്യ സർക്കുലർ ഡോക്ടർ V മീനാക്ഷി, സർക്കാർ നിയമിച്ച ആരോഗ്യവകുപ്പ് ഡയറക്ടറായ ഡോക്ടർ V മീനാക്ഷി ആദ്യ സർക്കുലർ ഇന്നലെ പുറത്തിറക്കിയിരിക്കുന്നു. പകർച്ചവ്യാധി, പനി ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ഇപ്പോൾ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഈ ആദ്യ സർക്കുലറിൽ പറയുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് ആരോഗ്യ വകുപ്പിലെ ജീവനക്കാർക്ക് ലോങ് ലീവിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. നിലവിലെ അടിയന്തര സാഹചര്യം പരിഗണിച്ചാണ് എല്ലാ സ്റ്റാഫുകളും ലോങ് ലീവ് എടുക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം അവർ എടുക്കുന്ന ലീവുകൾ കൃത്യമായി പരിശോധിച്ച് മാത്രമേ അതിന് സാങ്ഷൻ നൽകൂ എന്നുള്ള ഒരു തീരുമാനം കൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. മാത്രമല്ല എല്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരും ആശുപത്രികൾ സന്ദർശിക്കണം, മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കണം, ആശുപത്രികളിൽ വേണ്ട സജ്ജീകരണങ്ങൾ, മറ്റ് ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കണം എന്നതുൾപ്പെടെയുള്ള 20ഓളം നിർദ്ദേശങ്ങളാണ് ഡോക്ടർ V മീനാക്ഷി ആദ്യ സർക്കുലറായി തന്നെ പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ആരാണ് ഡയറക്ടർ എന്ന തരത്തിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തേക്ക് 2 ആഴ്ചത്തേക്ക് തുടരാമെന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവുമായാണ് ഡോക്ടർ KJ റീന ഇന്നലെ ഡയറക്ടറേറ്റിൽ എത്തിയത്. ഇന്നലെ വൈകുന്നേരം ജോലി അവസാനിക്കുന്ന സമയം വരെയും രണ്ടുപേരും മുഖാമുഖം ഇരുന്നു എന്നതാണ് കൗതുകം. എനിക്ക് കോടതി പറയുന്നത് കേട്ടേ മതിയാകൂ എന്നായിരുന്നു KJ റീനയുടെ ഇന്നത്തെ പ്രതികരണം. ഇന്നും അത് ആവർത്തിക്കുമോ? മധു, അല്പസമയം മുമ്പ് ഡോക്ടർ KJ റീനയോട് സംസാരിച്ചിരുന്നു. ഔദ്യോഗികമായി പ്രതികരണത്തിന് ഡോക്ടർ KJ റീന തയ്യാറല്ലെങ്കിൽ കൂടിയും ഇന്ന് ഓഫീസിൽ വരുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നുള്ള മറുപടിയാണ് ഡോക്ടർ KJ റീന നൽകിയത്. കാരണം കോടതിയാണ് തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടറായി നിയമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താൻ ഓഫീസിലെത്തും, ഡ്യൂട്ടി സമയം മുഴുവൻ ഓഫീസിൽ ഉണ്ടാകും എന്നുള്ള പ്രതികരണം ഡോക്ടർ KJ റീന നടത്തിയിട്ടുണ്ട്. തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.